നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവാദ സിനിമയായ കേരള സ്റ്റോറീസ് ഇടുക്കി രൂപത വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 4-നാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പ്രണയ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചതെന്ന് രൂപത. കട്ടപ്പന നഗരസഭയുടെ ഭരണസമിതി ഇറച്ചി കച്ചവടക്കാരായി മാറിയിരിക്കുന്നുവെന്ന് BJP കൗൺസിലർമാർ. ഇറച്ചിവില കൂട്ടിയും കുറച്ചും ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് വലിയ പങ്കാണുള്ളത്. ഭരണപക്ഷത്തുള്ള ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലാണ് മാംസശാല പ്രവർത്തിക്കുന്നതെന്നും നഗരസഭയിലെ ഒരു കൗൺസിലറാണ് ഇതിന്റെ മാനേജറെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് പങ്കുണ്ടെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. 9 വയസ്സുകാരനെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിലായത് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി പ്രദീപ് കുമാർ. കട്ടപ്പന ഫെസ്റ്റ് സീസൺ 2 ഏപ്രിൽ 10 ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സംഘാടകർ. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ, മർച്ചന്റ് യൂത്ത് വിങ്, ടി നസറുദ്ദീൻ ആൻഡ് മാരിയിൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. വിശദമായ വാർത്തകൾ. വിവാദ സിനിമയായ കേരള സ്റ്റോറീസ് ഇടുക്കി രൂപത വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 4-നാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പ്രണയ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചതെന്ന് രൂപത വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിശ്വാസോത്സവം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി 10, +1, +2 വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനത്തേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചു. പ്രണയ ചതിക്കുഴികളിൽ നിന്നുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യം വെച്ചതെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ലവ് ജിഹാദ് എന്ന ആരോപണം പരോക്ഷമായി ഉന്നയിക്കുകയാണ് രൂപത. കുട്ടികൾ കൗമാരക്കാർ വീണു പോകുന്നുണ്ട് എന്നുള്ളത് പ്രകടമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് നമ്മുടെ നാട്ടിലെല്ലാം, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ഈ പ്രായത്തിന്റെ രീതി അനുസരിച്ചുകൊണ്ട് പ്രണയ താല്പര്യങ്ങൾ ഉണ്ടാകുകയും അത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് വീഴുകയും ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ എടുക്കാനായിട്ടുള്ള കാരണം. മറ്റു മതങ്ങളുമായിട്ട് യാതൊരു ഇതുമില്ല. നമുക്ക് മതങ്ങളെക്കുറിച്ചൊന്നും നമ്മളോട് ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിത് പറഞ്ഞത് പ്രണയ ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത പുലർത്തണം. അത് ഇതിന് മതസ്ഥരെന്നോ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത് ഒന്നിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചത് ഇതേ വിഷയമാണ്. പ്രണയ കുരുക്കിൽ വീണുപോയി ജീവിതം നശിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചു. സിനിമയ്ക്ക് രാജ്യത്ത് പ്രദർശനാനുമതി ഉണ്ടെന്നും OTT പ്ലാറ്റ്ഫോമുകളിലടക്കം പ്രദർശിപ്പിക്കുന്നുണ്ടെന്നും രൂപത വ്യക്തമാക്കി. മറ്റുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമാണെന്നും രൂപത ആരോപിച്ചു. കട്ടപ്പന നഗരസഭയുടെ ഭരണസമിതി ഇറച്ചി കച്ചവടക്കാരായി മാറിയിരിക്കുന്നുവെന്ന് BJP കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. ഇറച്ചിവില കൂട്ടിയും കുറച്ചും ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് വലിയ പങ്കാണുള്ളത്. ഭരണപക്ഷത്തുള്ള ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലാണ് മാംസശാല പ്രവർത്തിക്കുന്നതെന്നും നഗരസഭയിലെ ഒരു കൗൺസിലറാണ് ഇതിന്റെ മാനേജറെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് പങ്കുണ്ടെന്നുമാണ് BJP കൗൺസിലർമാർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പനയിലെ മാംസവ്യാപാരശാലയിലെ ഇറച്ചിവില 300 രൂപയായി കുത്തനെ കുറച്ചത്. എന്നാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ല എന്ന പേരിൽ അടപ്പിക്കുകയും ചെയ്തു. അതേസമയം പിറ്റേന്ന് തന്നെ വ്യാപാരശാല തുറന്ന് പ്രവർത്തിക്കുകയും ഇറച്ചിവില 350 രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പേരിൽ നഗരസഭ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് അവകാശപ്പെടുമ്പോഴും വ്യാപാരശാലയുടെ പിന്നണി പ്രവർത്തകർ നഗരസഭയുടെ ഭരണപക്ഷത്തെ ചില ആളുകളാണെന്നാണ് BJP ആരോപണം. ഇതോടെ ഭരണസമിതി ഇറച്ചി കച്ചവടക്കാരായി മാറിയിരിക്കുന്നുവെന്ന ആക്ഷേപമാണ് BJP കൗൺസിലർമാർ ഉയർത്തുന്നത്. കട്ടപ്പന ഭരണസമിതിയിലെ ഒരു വിഭാഗം ഈ ഇറച്ചിക്കട, നമ്മുടെ ഈ മാംസശാല ലേലത്തിൽ പിടിച്ചവരുമായിട്ട് ചേർന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഭരണപക്ഷത്തെ ചില ആൾക്കാർ കൂടിയാണ് ഈ മാംസശാല നടത്തുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ പ്രധാന തെളിവാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലറാണ് അതിൻ്റെ മാനേജർ. നമ്മൾ സാധാരണ ആൾക്കാരുടെ മുമ്പിൽ നമ്മളിത് പറയുമ്പോൾ ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ 1-2 ദിവസം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞങ്ങൾ കാത്തിരുന്നു. കാരണം ഇവിടെ ലേലം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൊല്യൂഷൻ ഇല്ല എന്നുള്ളത് കട്ടപ്പന മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഹെൽത്ത് വിഭാഗത്തിനോ അറിയാൻ പാടില്ലേ? അതിന് പൊല്യൂഷൻ്റെ സംവിധാനങ്ങൾ വേണമെന്ന്. നമ്മുടെ മാംസശാലയിൽ നിന്ന് ഒഴുകുന്ന മാലിന്യം മുഴുവൻ നമ്മുടെ കട്ടപ്പനയാറ്റിലൂടെ ഒഴുകും. മാലിന്യമുക്തമാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡും തോടും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പോലും കട്ടപ്പന മാംസ മാർക്കറ്റുമായിട്ട് വന്നിരിക്കുന്ന ഈ വിവാദം ഇത് ചെറുതല്ല. കാരണം
ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി ഇറച്ചി കച്ചവടക്കാരായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ നെരിയമ്പാറ 250 കട്ടപ്പന 300 ആക്കി. ഈ 300 250 ആക്കിയാലും ഈ ഇതിന് ലാഭമില്ലാതെ വരും. പിന്നെ വീണ്ടും എങ്ങനെയാണ് ഇത് 350 ആയിട്ട് ഇത് ഉയർത്തുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്. ഈ ഭരണസമിതിക്ക് ഇതിനകത്ത് വലിയ പങ്കാളിത്തമുണ്ട്. ഈ ഭരണസമിതിയെ ജനം നാളുകളിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ജനം പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു വിഭാഗം ഭരണപക്ഷത്തുള്ളവരുടെ നേതൃത്വത്തിലാണ് മാംസവ്യാപാരശാല പ്രവർത്തിക്കുന്നത്. നഗരസഭയുടെ ഒരു കൗൺസിലറാണ് സ്ഥാപനത്തിന്റെ മാനേജർ. പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന പേരിൽ നടന്നത് നാടകീയ സംഭവങ്ങൾ മാത്രമാണ്. കൂട്ടിയും കുറച്ചും ജനങ്ങളെ കബളിപ്പിച്ചതിൽ നഗരസഭയും കുറ്റക്കാരാണ്. ഒപ്പം മാംസവ്യാപാരശാലയുടെ പിന്നിൽ നഗരസഭയുടെ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. 9 വയസ്സുകാരനെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി പ്രദീപ് കുമാറാണ് വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായത്. നിർമ്മാണ ജോലിക്കായി എത്തിയ ഇയാൾ കുട്ടിയുടെ വീടിന് സമീപമാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പലയിടത്തും അന്വേഷിക്കുന്നതിനിടയിൽ പ്രദീപിന്റെ താമസ സ്ഥലത്തുമെത്തി. ഈ സമയം വീടിനുള്ളിൽ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട ബന്ധുക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തായത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങി നൽകി വശത്താക്കിയാണ് പീഡനത്തിന് ഇരയാക്കിയെന്ന് പോലീസ് പറഞ്ഞു. SHO ഷൈൻകുമാർ, SIമാരായ ABP മാത്യു, SI മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ യൂനസ്, ജയ്മോൻ, ഫൈസൽ, രാജേഷ് മോൻ എന്നിവർ ചേർന്നാണ് പ്രദീപ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കട്ടപ്പന ഫെസ്റ്റ് സീസൺ 2 ഏപ്രിൽ 10 ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സംഘാടകർ. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ, മർച്ചന്റ് യൂത്ത് വിങ്, T നസറുദ്ദീൻ ആൻഡ് മാരിയിൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് സീസൺ 2 നടക്കുന്നത്. ഏപ്രിൽ 10 വൈകിട്ട് 7 കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാനുമായ KP ഹസൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിലും ജില്ലാ നേതാക്കളും പങ്കെടുക്കും. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഭദ്രദീപം തെളിയിക്കും. കഴിഞ്ഞ വർഷം കട്ടപ്പന മർച്ചൻസ് അസോസിയേഷനും യൂത്ത് വിങ്ങും ചേർന്ന ഫെസ്റ്റ് നടത്തുകയുണ്ടായി. അത് വൻപിച്ച വിജയമായിരുന്നു. അന്ന് ഞങ്ങളുടെ ഒരു നിശ്ചയം എന്ന് പറയുന്നത് എല്ലാ വർഷവും കട്ടപ്പനയിൽ ഫെസ്റ്റ് നടത്തണം എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2020 ഈ വർഷവും ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ആ ഫെസ്റ്റ് ഈ മാസം 10-ാം തീയതി ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. അത് വൈകിട്ട് 7 മണി കഴിഞ്ഞാണ് ഉദ്ഘാടന സമ്മേളനം. അതിനകത്ത് ജില്ലാ പ്രസിഡന്റ് ഉണ്ടാവും, ജില്ലാ നേതാക്കളുണ്ടാവും, അതുകൂടാതെ യൂത്ത് വിങ്ങിൻ്റെ നേതാക്കളുണ്ടാവും, യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികളുണ്ടാവും, വനിതാ വിങ്ങിൻ്റെ ആളുകളുണ്ടാവും, വ്യാപാരി വ്യവസായികൾ, അതുപോലെ ഇപ്പോൾ വിവിധ ക്ലബ്ബുകളോ സംഘടനകളെല്ലാം ചേർന്നാണ് മുനിസിപ്പാലിറ്റിയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്ന ആൾ. ഫെസ്റ്റ് നടത്തുന്നതിന് അവർ തന്നെ നടത്താൻ തീരുമാനിച്ചാണ്. ഈ പ്രാവശ്യം ഞങ്ങളെ കൂടെ കൂട്ടി നടത്താൻ തീരുമാനിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കട്ടപ്പനയിൽ ഇങ്ങനെയൊരു ഉത്സവം നടക്കുമ്പോൾ നമുക്കറിയാം വിവിധതരം സ്റ്റേജ് ഷോകളൊക്കെ നമ്മളെ സെലിബ്രിറ്റികളുടെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇന്നേ വരെ വരാത്ത രീതിയിലുള്ള ഡെയിലി പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്. അതായത് ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമ്മൾ DJ സാവിയോ, അതായത് അദ്ദേഹം കേരളത്തിലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള DJ ആണ്. DJ സാവിയുടെ പ്രോഗ്രാമാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ നടത്തപ്പെടുന്നത് അൻവർ സാദത്ത്. അദ്ദേഹം നിങ്ങൾക്കറിയാം കാഴ്ച എന്ന സിനിമയിലെ ഗാനം പാടിയ അൻവർ സാദത്തിൻ്റെ ഷോയാണ് നടത്തപ്പെടുന്നത് റംസാൻ്റെ അന്ന്. അതിനുശേഷം ഹരിശ്രീ അശോകൻ വെള്ളിയാഴ്ച, ശനിയാഴ്ച വിഷുവിൻ്റെ തലേദിവസം 13-ാം തീയതി ഇടുക്കി ജില്ലയിൽ സ്റ്റീഫൻ ദേവസി ആദ്യമായിട്ടെത്തുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പോപ്പുലാരിറ്റി ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട്. അതിനുശേഷം രാജേഷ് ചേർത്തല ഞായറാഴ്ച, കൂടാതെ തിങ്കൾ മുതൽ പിറ്റേ ഞായറാഴ്ച വരെയും അതോടൊപ്പം മിസ് ഇടുക്കി പ്രോഗ്രാമും ഉണ്ട്. റോട്ടറി ക്ലബ്ബ് ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ ഗ്രൗണ്ടിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സ്പോ നടക്കും. കൂടാതെ കാർഷിക വ്യാവസായിക പ്രദർശനങ്ങളും പ്രശസ്ത ഗായകൻ MG ശ്രീകുമാർ, സ്റ്റീഫൻ ദേവസി, ഹരിശ്രീ അശോകൻ, ആശാ ശരത്, രമ്യ നമ്പീശൻ, കൃഷ്ണപ്രഭ, DJ
സാവിയോ, അൻവർ സാദ്, ഓടക്കുഴൽ കലാകാരൻ രാജേഷ് ചേർത്തല, ദുർഗാ വിശ്വനാഥ് എന്നിവർ ഉൾപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ സിനിമാ സീരിയൽ കലാകാരന്മാർ നയിക്കുന്ന വിവിധ കലാപരിപാടികളും പ്രസ്തുത പാമ്പുപിടുത്ത വിദഗ്ധൻ വാവ സുരേഷ് നയിക്കുന്ന ഷോ, ഫാഷൻ ഷോ, ബെല്ലി ഡാൻസ്, സ്നോ പാർക്ക്, ഫ്ലവർ ഷോ, അക്വാ പെറ്റ് ഷോ, 100-ൽ പരം വിവിധ സ്റ്റാളുകൾ, ഫുഡ് ഫെസ്റ്റ്, വിവിധ കമ്പനികളുടെ കാറുകളുടെയും ബൈക്കുകളുടെയും പ്രദർശന സ്റ്റാളുകൾ എന്നിവ ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ KP ഹസൻ, സിജോ മോൻ ജോസ്, അജിത് സുകുമാരൻ, ഷിയാസ് AK, സിജോ എവറസ്റ്റ്, സെനോൺ C തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വാഹന പ്രചരണ ജാഥ മരിയാപുരം പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ചു. ഉപ്പുതോട്ടിൽ നിന്ന് ആരംഭിച്ച ജാഥ UDF ഇടുക്കി നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മരിയാപുരം, കാമാക്ഷി, കാഞ്ചിയാർ പഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിലുമാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി നടത്തുന്നത്. തന്റെ രാഷ്ട്രീയ ഗുരുവായ PT തോമസിന്റെ ബന്ധുക്കളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് സ്ഥാനാർത്ഥി വാഹന പ്രചരണ ജാഥ ആരംഭിച്ചത്. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് പള്ളിക്കവലിൽ നിന്ന് ആരംഭിച്ച പരിപാടി UDF ഇടുക്കി നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി നിലനിൽക്കണമെങ്കിൽ മഹോന്നതന്മാരായ നിങ്ങളുടെ നേതാക്കന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാർട്ടി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് MK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച പ്രചരണ പരിപാടിയിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC അംഗം AP ഉസ്മാൻ, DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, UDF നേതാക്കളായ ജോയി കൊച്ചുകരോട്ട്, നോബിൾ ജോസഫ്, അനീഷ് ചേനക്കര, വർഗീസ് വെട്ടിയാങ്കൽ, സണ്ണി തെങ്ങുംപള്ളി, KB സെൽവം, ജോബി തയ്യിൽ, അനിൽ ആനിക്കനാട്ട്, പ്രജിനി ടോമി, ഡെന്നിമോൾ ബെന്നി, ടെസി തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലോക്സഭാ മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ പീരുമേട് നിയോജക മണ്ഡലം കൺവെൻഷൻ വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പീരുമേട് നിയോജക മണ്ഡലം കൺവെൻഷൻ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ BJP ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് C സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. BJP പീരുമേട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അമ്പിയിൽ മുരുകൻ സ്വാഗതം ആശംസിച്ചു. BJP ജില്ലാ ഉപാധ്യക്ഷൻ K കുമാർ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, BJP സംസ്ഥാന കൗൺസിൽ അംഗം G കൃഷ്ണൻകുട്ടി, നേതാക്കളായ AV മുരളീധരൻ, ഷാജി നെല്ലിപ്പറമ്പിൽ, പ്രിയ റെജി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമാൻ നരേന്ദ്രമോദി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം രാജ്യത്തിന്റെ വികസനവും ക്ഷേമവും രാജ്യത്തെ ലോകത്തെ 3ാം ശക്തിയാക്കി ഉയർത്തുമെന്നുള്ള വാഗ്ദാനവുമായി ഈ രാജ്യത്തെ ആവാലവൃദ്ധ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മഹാപ്രസ്ഥാനം ദേശീയ ജനാധിപത്യ സഖ്യം. അതിനെതിരായിട്ട്, അതിനെ തടയിടാനായിട്ട് വരുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഴിമതിക്കാരുടെ പാർട്ടി, അത് മുലായം സിംഗ് യാദവിന്റെ പാർട്ടി, അഖിലേഷ് യാദവിന്റെ പാർട്ടി, അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി, DMK സ്റ്റാലിന്റെ പാർട്ടി, കേരളത്തിലെ പിണറായി വിജയന്റെ പാർട്ടി, അങ്ങനെ രാജ്യത്തെ മുഴുവൻ അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാർ നയിക്കുന്ന അഴിമതി ശക്തിയുടെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്ത് അശാന്തി വിതറിക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്ന വിദേശത്തു നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചുള്ള ഒരു സഖ്യം. വർഷങ്ങളായി പ്രതിസന്ധി നേരിടുന്ന പീരുമേട് തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിനിധിയായി ഇടുക്കി ജില്ലയിൽ നിന്നും തന്നെ തിരഞ്ഞെടുത്താൽ തനിക്ക് സാധിക്കുമെന്നും സംഗീത വിശ്വനാഥ് പറഞ്ഞു. തുടർന്ന് വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന റോഡ് ഷോയുടെ പീരുമേട് മണ്ഡലം തല പൊതുപരിപാടിക്ക് സമാപനമായി. CPIM, കോൺഗ്രസ് പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ചേർന്ന 4 പേർക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി. BJP പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KT അരുൺ, സനീഷ് കോമ്പർമ്പിൽ, N രമേഷ്, ഗോപാൽ G തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി. കേരള സംഗീത നാടക അക്കാദമി കേന്ദ്ര കലാസമിതി രൂപീകരണം സംഘടിപ്പിച്ചു. കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു.
കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ കലാസമിതി പ്രവർത്തകരുടെ കൺവെൻഷനും കേന്ദ്ര കലാസമിതി രൂപീകരണവും സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഖില കേരള കേന്ദ്ര കലാസമിതി തൃശൂർ കേന്ദ്രമായി ഉണ്ടായത് 58 അക്കാദമി വന്നതോടെ ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഒരു കോർ ആയ പ്രവർത്തനമാണ്. അതിന്റെ ഒരു സെന്റർ ഉണ്ടായിക്കഴിഞ്ഞു എന്ന തോന്നലോടെ അത് പ്രക്ഷീണമാവുകയാണ് ചെയ്തത്. ജനകീയമായ അതിന് മുന്നേറ്റം എന്നിട്ടും കലാസമിതികൾ 50കളോടെയാണ് കേരളത്തിൽ ഏറ്റവും അധികം ശക്തിപ്പെട്ടത്. അതിന് മുമ്പുണ്ടായിരുന്ന സമിതികളിൽ വ്യത്യസ്തമായി തിരുവിതാംകൂറിൽ രാജാവോ കൊട്ടാരവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറെ സമിതികളുണ്ടായെങ്കിലും 50കളിലെ നാടകവേദിക്കുണ്ടായ ഏറ്റവും വലിയ IPT-യുടെ രൂപീകരണം, ഇവിടെ KPSC-യുടെ മുന്നേറ്റം, ആദ്യത്തെ ടൂറിംഗ് തിയേറ്റർ യഥാർത്ഥത്തിൽ KPSC ആണ്. അതുണ്ടാക്കിയ ചലനങ്ങൾ, നാടക ഗാനങ്ങൾ, നമ്മുടെ സമൂഹത്തെ സൃഷ്ടിച്ച വലിയ മുന്നേറ്റങ്ങൾ, ഇവയൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു പുതിയ നാടക വസന്തം ഉണ്ടായി. അതാണ് കലാസമിതികൾക്ക് ഇത്രയേറെ പ്രേരണ ഉണ്ടാക്കുന്നത്. കാഞ്ചിയാർ രാജൻ അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ, ദർശന പ്രസിഡന്റ് EJ ജോസഫ്, നാടക രചയിതാവ് KC ജോർജ്, KR രാമചന്ദ്രൻ, MC ബോബൻ, അഡ്വക്കേറ്റ് VS ദീപു, R മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ കേന്ദ്ര കലാസമിതി പ്രസിഡന്റായി കാഞ്ചിയാർ രാജൻ, വൈസ് പ്രസിഡന്റായി KC ജോർജ്, ജനറൽ സെക്രട്ടറിയായി S സൂര്യലാൽ എന്നിവരെ തെരഞ്ഞെടുത്തു. കട്ടപ്പനയിൽ ആദ്യമായി കുട്ടികളുടെ ക്രിയേറ്റീവ് മേഖല മെച്ചപ്പെടുത്തുന്ന ക്യാമ്പിന് തുടക്കമായി. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും സജിദാസ് ക്രിയേറ്റീവും ചേർന്നാണ് 3 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വരയും ചിന്തയും സെൽഫ് കോൺഫിഡൻസും ഒക്കെ കൂട്ടിക്കലർത്തിയുള്ള പഠനം, ബുദ്ധി കൊണ്ടുള്ള ക്രിയേറ്റീവ് ക്യാമ്പ്, ഗ്രൂപ്പ് വര, ഗ്രൂപ്പ് ടാസ്ക്, മെമ്മറി ആർട്ട് തുടങ്ങി വ്യത്യസ്തമായ രീതിയിലാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ജോസ് മാത്യു നിർവഹിച്ചു. നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് വളരണം എന്ന് തന്നെയാണ് ഈ ക്യാമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൈ എടുത്ത് വരും വർഷങ്ങളിൽ ഇത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് റോട്ടറിയുടെ ഭാഗത്തുണ്ടാകും. തീർച്ചയായിട്ടും ഇത് ഇൻബോൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. എങ്കിൽ പോലും പരിശ്രമത്തിലൂടെ മാത്രമേ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിങ് ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. ഇൻകമിംഗ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടിയിൽ, അഖിൽ വിശ്വനാഥൻ, സന്തോഷ് ദേവസ്യ, അനറ്റ് മണ്ഡപം, ഷിനു ഞള്ളാനി, അഡ്വക്കേറ്റ് സീമ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. വരയുടെ പ്രാഥമിക പാഠങ്ങൾ, എങ്ങനെ കാർട്ടൂണിസ്റ്റ് ആകാം തുടങ്ങിയ ഒട്ടനവധി പ്രത്യേകതകൾ ഈ ക്യാമ്പിലുണ്ട്. 3 ഓഫ്ലൈൻ ക്ലാസുകൾ, ഒപ്പം 3 ഓൺലൈൻ ക്ലാസുകളും, കൂടാതെ ആവശ്യപ്പെടുന്നവർക്ക് അവധിക്കാല റെഗുലർ ആർട്സ് ക്ലാസുകളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. 100ഓളം കുട്ടികളാണ് കട്ടപ്പന ടൗൺ ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മതബോധന വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2023-24 വർഷത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മതബോധന വാർഷിക പരിപാടി സംഘടിപ്പിച്ചു. ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും പാരിഷ് കൗൺസിലും മറ്റ് ഇടവകയിലെ മറ്റ് സംഘടനകളും ഓരോ വ്യക്തികളും ഇതിന് നൽകിയ പ്രോത്സാഹനവും ഒക്കെ നന്ദിയോടെ കൂടി ഓർത്തുകൊണ്ട് PTA പ്രസിഡന്റ് ആന്റണി അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ സെൽവം, ഇടവക സമിതി സെക്രട്ടറി സ്റ്റെലിൻ, സഹവികാരി ഫാദർ ബെഞ്ചമിൻ, ജനറൽ കൺവീനർ ശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2023-24 വർഷത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കമായി 3 ദിവസങ്ങളായി നടക്കുന്ന മഹോത്സവം ഏപ്രിൽ 10-ാം തീയതി അവസാനിക്കും. ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടക്കുന്നത്. ഇടുക്കി ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മഹാദേവി ക്ഷേത്രം. മഹാദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള മീനഭരണി മഹോത്സവത്തിന് ഈ വർഷവും തുടക്കം കുറിച്ചു. മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കൊടിയേറിയതോടെയാണ് മീനഭരണി മഹോത്സവത്തിന് തുടക്കമായത്. ക്ഷേത്രം മേൽശാന്തി സതീഷ്, ക്ഷേത്രം ശാന്തി സബിൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നുവരുന്നത്. സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തിവരാറുള്ള മീനഭരണി മഹോത്സവം പതിവ് പോലെ രാവിലെ 9-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ശ്രീ മനയത്താറ്റ് നാരായണൻ നമ്പൂതിരികളെയും ക്ഷേത്രം മേൽശാന്തി ശ്രീമാൻ സതീഷ് ശാന്തികളുടെയും ക്ഷേത്രം ശാന്തി സബിൻ ശാന്തികളുടെയും മറ്റ് സഹശാന്തിമാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായി നിർമാല്യ ദർശനം, മഹാഗണപതി ഹോമം, കലശാഭിഷേകം, മഹാപ്രസാദ് മൂട്ട് തുടങ്ങിയ പൂജാകർമ്മങ്ങൾ നടക്കും. സമാപന ദിനമായ ഏപ്രിൽ 10-ാം തീയതി മാവിളക്കുകളുടെയും ശിവപാർവതി നൃത്തരൂപങ്ങളുടെയും അകമ്പടിയോടെ ഇല്ലിപ്പാലത്ത് നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് താലപ്പൊലി രഥ ഘോഷയാത്ര നടത്തും. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ 3 ദിവസങ്ങളായി നടന്നുവരുന്ന മഹോത്സവത്തിന് കൊടിയിറങ്ങും. പ്രസിഡന്റ് ബിജു മുണ്ടോടത്തിൽ, വൈസ് പ്രസിഡന്റ് MK വിജയൻ, സെക്രട്ടറി അനിൽ വടക്കേക്കര, ട്രഷറർ ശ്രീകുമാർ ആലാട്ട്, ഉത്സവ കമ്മിറ്റി ചെയർമാൻ അനീഷ് ചെമ്പേടത്ത്, കൺവീനർ ശരത് തുടങ്ങിയവർ മഹോത്സവത്തിന് നേതൃത്വം നൽകും. ഫാഷൻ ഹീൽസ് ഫുട്വെയർ ഷോറൂം കട്ടപ്പന പുളിയന്മൽ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച കമ്പനിയുടെ ചെരുപ്പുകൾ, ബാഗുകൾ, കോസ്മെറ്റിക് ഐറ്റംസ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും കൂടാതെ സ്പെഷ്യൽ വെഡ്ഡിംഗ് കളക്ഷനുമായി മൾട്ടി ബ്രാൻഡഡ് എയർ കണ്ടീഷൻ ഷോറൂമാണ് കട്ടപ്പന പുളിയന്മല റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. സിനിമാ താരം ഹണി റോസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവിധ ആശംസകളും നേരുന്നു ചേട്ടന്. എനിക്ക് തോന്നുന്നു ഈ ഓപ്പണിംഗ് പ്രമാണിച്ച് ഇന്നത്തെ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ചേട്ടൻ നൽകുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞു ഓൺലൈനിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ റേറ്റിൽ തന്നെയാണ് ഇവിടെ പ്രൊഡക്ട്സ് നമുക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ദിവസങ്ങളിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ്. നമ്മളെ കോസ്മെറ്റിക്സ് ഒക്കെ ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് വാങ്ങിക്കാം. നമുക്കിവിടെ കേരളത്തിൽ അവൈലബിൾ അല്ലാത്ത ബ്രാൻഡുകളും ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ലോഗോ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ജെൻസ് കളക്ഷൻ CPM ഏരിയ സെക്രട്ടറി വികാർ സജി ഉദ്ഘാടനം ചെയ്തു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവനിൽ നിന്ന് സരിത ശേഖർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് MK തോമസ്, സുബിൻ ബേബി, സജീവ് ഗായത്രി, ജോയി ആനിത്തോട്ടം തുടങ്ങിയവർ കൂപ്പൺ നറുക്കെടുപ്പ് നിർവഹിച്ചു. NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കൂട്ടൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, മർച്ചന്റ് യൂത്ത് വിംഗ് സംസ്ഥാന സമിതി സിജോമോൻ ജോസ് എന്നിവർ വീൽചെയർ വിതരണം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, KP ഹസൻ, PK ഗോപി, സിബി കൊല്ലംകുടി, റെജി തോമസ്, രമേശ് കല്ലറിക്കൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു. ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോ 750 രൂപയും പച്ചക്കൊക്കോയ്ക്ക് 200 രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്ന വില. പക്ഷേ മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുണ്ട്. വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തത് കർഷകരെ നിരാശരാക്കുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത് മെച്ചപ്പെട്ട വിലയാണ്. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു. പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയാണ്. വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തത് കർഷകരെ നിരാശരാക്കുന്നു. തുടർച്ചയായി ഉണ്ടായ വിലയിടിവും രോഗബാധയും ഉൽപാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ ഹൈറേഞ്ചിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. മുമ്പ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോയെങ്കിൽ ഉൽപാദനക്കുറവ് മൂലം കാര്യങ്ങൾ പാടെ മാറിമറിഞ്ഞു. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്കും തിരിഞ്ഞിരുന്നു. ഉൽപാദനം മെച്ചപ്പെടുന്നതോടെ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില താഴേക്ക് പോവുകയാണ് പതിവെന്നും ഉൽപാദനം കുറഞ്ഞ സമയത്ത് ലഭിക്കുന്ന മെച്ചപ്പെട്ട വില കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നുമാണ് വാദം. ഉണക്ക കൊക്കോ പരിപ്പ് സംഭരിച്ചു വെച്ചിരുന്ന കർഷകരൊക്കെ ഉൽപ്പന്നം വിറ്റഴിച്ചു കഴിഞ്ഞു. നിലവിൽ വിപണിയിലേക്ക് കൊക്കോ വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ വില താഴേക്ക് പോകുമെന്നും കർഷകർ ആശങ്കപ്പെടുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേലവിവരം. ആകലോട്ട് 173. വിൽപ്പനയ്ക്ക് വന്നത് 43,224. വിൽപ്പന നടന്നത് 41,140. കൂടിയ വില 2,534. ശരാശരി വില 1,794. കട്ടപ്പന കമ്പോളം. കുരുമുളക് 530. ഏലം കൂടിയ വില 1,650. ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 320. ഗ്രാമ്പു 925. കൊക്കോ 210. റബ്ബർ 180. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 6,565 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദ സിനിമയായ കേരള സ്റ്റോറീസ് ഇടുക്കി രൂപത വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 4-നാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പ്രണയ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചതെന്ന് രൂപത. കട്ടപ്പന നഗരസഭയുടെ ഭരണസമിതി ഇറച്ചി കച്ചവടക്കാരായി മാറിയിരിക്കുന്നുവെന്ന് BJP കൗൺസിലർമാർ. ഇറച്ചി വില കൂട്ടിയും കുറച്ചും ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് വലിയ പങ്കാണുള്ളത്. ഭരണപക്ഷത്തുള്ള ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലാണ് മാംസശാല പ്രവർത്തിക്കുന്നതെന്നും നഗരസഭയിലെ ഒരു കൗൺസിലറാണ് ഇതിന്റെ മാനേജറെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് പങ്കുണ്ടെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. 9 വയസ്സുകാരനെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിലായത് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി പ്രദീപ് കുമാർ. കട്ടപ്പന ഫെസ്റ്റ് സീസൺ 2 ഏപ്രിൽ 10 ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സംഘാടകർ. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ, മർച്ചന്റ് യൂത്ത് വിങ്, ടി നസറുദ്ദീൻ ആൻഡ് മാരിയിൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.